ഇപ്പൊ ഞാൻ തൃശ്ശൂർ മരോട്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അത് കണ്ടോ, ഇവിടെ കാര്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടോ. ഇവിടേക്കാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത്. ഡ്രൈ മിക്സ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ സ്ഥാപനത്തിൻ്റെ MD അംബിക മേഡാണ്. അംബിക എന്ന സ്ഥലത്തില്ല. കാരണം അവർക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ ഇതിൻ്റെ ഒരു എക്സിബിഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. അപ്പോൾ അത് കാരണം അംബിക ഇവിടെ എല്ലാ സെറ്റപ്പും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയ്ക്ക് പോവാം അല്ലേ. ഇവിടെയൊക്കെ കുറേ പാക്കറ്റുകൾ ഇരിക്കണ്ടല്ലോ. ഇതെന്താണ് ഈ പാക്കറ്റിൽ? റാഗിയുടെ പുട്ടുപൊടിയോ? അതെയോ, റാഗി മാത്രമാണോ ഇവിടെ ഉണ്ടാക്കണ്ട അല്ലേ? എത്ര ഈ പാക്കറ്റിന്? റാഗി റൈസ് അല്ലേ? ഓക്കെ. ഇത് ചോളം പൊടിയാണ്, ചോളം പൗഡർ. ചോളം പൗഡർ ഇത് എന്തുണ്ടാക്കാനുള്ളതാ? ഇത് പുട്ടും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. അതെയോ, പുട്ടും പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതെയോ, ചോളം മാത്രാണോ? ചോളം. ഓ, ഇതൊക്കെ ചോളം പൗഡറാണ് കേട്ടോ. ഇതൊക്കെ 1/2 കിലോന്റെ പാക്കറ്റ് ആണോ? ഇതിന്റെ റേറ്റ് എത്രയാ? 70 രൂപ. 70 അല്ലേ? അതിന്റെ മെഷീനുകളെല്ലാം ഉണ്ട് അല്ലേ? കൂടെ തുടങ്ങിയിട്ട് എത്ര നാളായി? 5 വർഷമൊക്കെ. 5 വർഷമോ? ശരി. ഇതൊക്കെ പാക്കറ്റിൽ നിറയ്ക്കുക അല്ലേ? ഇവിടുന്ന് അങ്ങനെ കയറ്റി അയക്കാണോ? ഞങ്ങൾക്ക് ഓൺലൈനിൽ ഔട്ട്ലെറ്റ് ഉണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ് ഷോപ്പുകളിലൊക്കെ വെക്കുന്നുണ്ട്. ശരി. മോളുടെ പേരെന്താ? എന്റെ പേര് അമ്പിളി. ഇയാളുടെ പേരോ? സാലി. ഇതൊക്കെ വലിയ വലിയ മെഷീനുകൾ ഉണ്ടല്ലോ. ആ മെഷീൻ അതൊക്കെ എന്തിന്റെയാ വലുത്? അത് ഡ്രയർ, നമ്മൾ മുരിങ്ങയിലൊക്കെ ഉണക്കണ മെഷീനാണ്. ഇതോ? മുരിങ്ങയിലൊക്കെ ഉണക്കുന്നുണ്ടോ ഇവിടെ? മുരിങ്ങയില ഉണക്കിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇതിലുണ്ട്. അതെയോ, നോക്കട്ടെ. ഓ, മുരിങ്ങയില ഞങ്ങൾ ഇരിക്കുന്നത്. ശരി. ഇതിലിരുന്ന് ട്രൈ ആക്കും അല്ലേ? എന്നിട്ട് പൊടിക്കും. പൊടിക്കും. അതായത് മുരിങ്ങയുടെ നമ്മുടെ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ അതിലെല്ലാം വിറ്റാമിൻസ് മിനറൽസൊക്കെ നഷ്ടപ്പെടും. അത് നമ്മൾ കൃത്യസമയത്തിന് മഞ്ഞൾ പൊടിയിലിട്ട് കഴുകി ഡ്രയറിലിട്ട് ഉണക്കണം. അത് ശരി. മഞ്ഞൾപ്പൊടിയിലിട്ട് കഴുകിയതിന് ശേഷം ഡ്രയറിലിട്ട് ഉണക്കണം. വെയിൽ കൊള്ളുമ്പോൾ ഇതിന്റെ എല്ലാ ധാതു പദാർത്ഥങ്ങളും നശിക്കും. ശരി. ഇതെന്നിട്ട് എന്തിനാ ഈ പൗഡർ? ഇത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാത്തിനും നല്ലതാണ്. നല്ലതാ. ഇത് എങ്ങനെയാ കഴിക്കുക? ഇത് മുരിങ്ങയുടെ ഇല പൊടിയായിട്ട് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ ഗുളിക ക്യാപ്സൂൾ രൂപത്തിലുണ്ട്, അത് കഴിക്കാം. മുരിങ്ങയുടെ ഇല മില്ലറ്റ് ഉണ്ട് ഇവിടെ. മില്ലറ്റ്സ് ഉണ്ടല്ലേ? ഇപ്പൊ ഈ മുരിങ്ങയുടെ ഇല പൊടി ഉണ്ട് പറഞ്ഞല്ലോ, അതെങ്ങനെയാ കഴിക്കണേ? അത് പാലിലോ ദോശയിലോ സ്നാക്സിലോ നമ്മൾ ചൂടുവെള്ളത്തിലോ അതിലൊക്കെ ഓരോ നുള്ളിട്ടിട്ട് നമുക്ക് കഴിക്കാം. അതായത് വയറിന്റെ കംപ്ലൈന്റുകൾക്ക്, വയറ് മലബന്ധം അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. നല്ലതാ അല്ലേ? മോളുടെ പേരെന്താ? എന്റെ പേര് രശ്മി. രശ്മി. ഇവിടെ കുറെ നാളായി അല്ലേ? കോഴികളൊക്കെ ഉണ്ടല്ലേ കുറെ. പിന്നെ ഇപ്പൊ ഞങ്ങള് ഭയങ്കര തിരക്കില്ല, നാളെ ഒരു ഓർഡർ കൊടുക്കാണ്ടേ. അതുകൊണ്ട് പിന്നെ ഇന്ന് 2 ആള് ലീവ് ഉണ്ട്. അത് കാരണം നല്ല തിരക്കിലാണ്. അത് ശരി. പാക്കറ്റ് മുരിഞ്ഞേര അതുപോലെ ക്യാപ്സ്യൂളൊക്കെ ഒന്ന് കാണിച്ചു, അതൊന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ. ഇതൊക്കെ നാളെ ഓർഡർ കൊടുക്കാനുള്ള. ഓക്കെ, അത് കാരണം പാക്ക് ചെയ്ത് വെച്ചേക്കാണല്ലേ? അത് ശരി. ഇതൊക്കെ എന്ത് പൗഡർ മോളെ? ഇത് റാഗി മരിക്കും കൂടിയിട്ട് മിക്സ്. റാഗി മാത്രാണോ? അതിന്റെ വില എത്രയാ? 70 രൂപ. ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇവിടെ പൊടിക്കണ്ടോ? അതിനൊക്കെ എത്രയാ? കിലോ 400 രൂപ. കിലോ 400 അല്ലേ? ഇതെന്താണ്? അത് പുട്ടുപൊടികളാ, പല വെറൈറ്റി പുട്ടുപൊടികൾ. മില്ലറ്റ് പുട്ട്, ക്യാരറ്റ് പുട്ട്. ക്യാരറ്റ് പുട്ടൊക്കെ സാധാ പുട്ടുപൊടി. ആവിയിൽ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയുണ്ട് അല്ലേ? ഇതെന്താ? ക്യാരറ്റ് പുട്ട് എന്ന് പറയുമ്പോ ക്യാരറ്റ് മാത്രാണോ? അല്ല, ക്യാരറ്റും റൈസും കൂടി മിക്സ്. അപ്പൊ ക്യാരറ്റ് ഉണക്കിയിട്ടാണോ? അത് ശരി. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാ. ഇത് അരിപ്പൊടിയാണ്, സാധാ അരിപ്പൊടി. അരിപ്പൊടി മാത്രം. ഇത് ഏത്തക്കയാണ്, ബനാനയുടെ പുട്ട്. അതുകൊണ്ടാണ് ബനാന പുട്ട്. പിന്നെ ചോളം റവ. മുരിങ്ങയിലയുടെ പുട്ട്. മുരിങ്ങയിലയുടെ പുട്ട് എന്താ വില? അത് 110. 110 അല്ലേ? പിന്നെ ഇത് മില്ലറ്റ്സ് എന്ന് പറയുമ്പോ എന്താണ്? അത് മില്ലറ്റില് മണിച്ചോളം മാത്രമേ വരുന്നത്. മണിച്ചോളം. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് കഴിച്ചുകൊണ്ടുള്ള ഗുണം ഒന്ന് പറയോ?
ഇത് ധാന്യാണല്ലോ, മണിച്ചോളം ഒരു ചെറുധാന്യാണ്. അപ്പൊ അതിന്റെ എല്ലാ ഗുണങ്ങളും ഷുഗറുകാർക്കൊക്കെ നല്ലതാണ്. ഷുഗറുകാർക്ക്. പിന്നെ ഇതാ മുരിങ്ങയില, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഹെൽത്ത് സംബന്ധമായിട്ട് നമുക്കുള്ള ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളാണ് ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്ക് കഴിക്കാനുള്ളത് ഉള്ളത്. എല്ലാം അങ്ങനത്തെയാണ് അല്ലേ? എല്ലാം അങ്ങനത്തെയാണ്. ആ ശരി. ഏറ്റവും കൂടുതൽ നല്ലത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും ഇതിലേതാ? അതിലിപ്പോ മില്ലറ്റ് നല്ലതാ. മുരിങ്ങയില പുട്ടിന് നമുക്ക് എക്സിബിഷനൊക്കെ നല്ല ചെലവുള്ളതാണ് മുരിങ്ങയില പുട്ടുപൊടി. മുരിങ്ങയില പുട്ടുപൊടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ സാധാരണ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് പൊടി സാധാ പുട്ട് കുഴക്കണ പോലെ തന്നെ ചൂടുവെള്ളം അങ്ങനെയൊന്നും വേണ്ടല്ലോ, സാധാരണ സാധാ പുട്ട്. അതെയോ? മുരിങ്ങയില ക്യാപ്സ്യൂള് ഇതെങ്ങനെയാ കഴിക്കുക? ഈ ക്യാപ്സ്യൂള് അത് രാവിലെ വൈകുന്നേരം ഓരോന്ന് കഴിച്ചാൽ മതി അല്ലേ? ആ, ഇത് മുരിങ്ങയില മാത്രാണോ? മുരിങ്ങയില മാത്രം. അതെയോ? ഓ, നല്ലാണുള്ളത്. അതിനെത്രയാ? മെഡിസിൻ അല്ല. മെഡിസിൻ അല്ല. ഇത് മെഡിസിൻ അല്ല. മെഡിസിൻ ഇല്ല. അപ്പൊ നമുക്ക് ഇത് ഡെയിലി കഴിക്കാം അല്ലേ? നമ്മുടെ ഇഷ്ടാനുസരണം കാലത്ത് ഒന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്ന് അത് കഴിക്കുന്നോണ്ടുള്ള ഗുണം മുരിങ്ങയുടെ എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടും. മുരിങ്ങര എല്ലാ ഗുണം അതിലുണ്ടാവും അല്ലെ? അതായത് ആൾക്കാർക്ക് നേരമില്ലല്ലോ കറി വെച്ച് കഴിക്കാൻ. അതെ അതെ. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് വായിലിട്ട് പിന്നെ അത് നമ്മൾ അതിന്റെ പുറത്ത് കാണുന്നത് അത് വെജിറ്റബിൾ സ്റ്റാർച്ച് എന്നുള്ള സംഭവമാണ്. അത് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും മടിയുള്ള കൂട്ടത്തിലാണല്ലോ. അതെ. ഓരോ ക്യാപ്സ്യൂൾ ഡെയിലി ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ശരി. എന്തായാലും ക്യാപ്സ്യൂള് നന്നായിണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അതെയോ? ഇതിപ്പോ ഈ ബോട്ടിലിന് എത്ര വരുന്നുണ്ട്? 300 അല്ലേ? അതുപോലെ 60 ഉണ്ട്. ശരി. ഡെയിലി 2 വീതം അല്ലേ? ഒരെണ്ണം കഴിച്ചാൽ മതി. ശരി. പിന്നെ അതുപോലെ വേറെ എന്തിന്റെ ക്യാപ്സ്യൂളാ ഉള്ളത്? ഇതെന്നിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നതാണോ? ഓ, ഇതിലാ വെച്ചിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നത്. ഇതാണ് അതിന്റെ മെഷീൻ അല്ലേ? ശരി. ഓരോന്ന് ഇങ്ങനെയൊക്കെ കാണാലോ. ഉണ്ടാക്കി കഴിഞ്ഞാലേ ഞാൻ കാണായിരുന്നു. ഉണ്ടാക്കണ നേരൊക്കെ ആണെങ്കിൽ കാണായിരുന്നു. ഇത് മുരിങ്ങക്കായ മാത്രമായിട്ടുള്ള ക്യാപ്സ്യൂള്. ഇതെങ്ങനെയാ കഴിക്കേണ്ടത്? മുരിങ്ങക്കായ കഴിക്കാത്തവർക്ക് ഇതും ഷുഗറുകാർക്ക് നല്ലതാ അല്ലേ? ഉണ്ടാക്കണത് ഇത് ഡ്രൈ ചെയ്തിട്ട് മുരിങ്ങക്കായ ഡ്രൈ ചെയ്തിട്ട് പൊടിക്കും. പൗഡർ എടുത്തിട്ട് ക്യാപ്സ്യൂൾ. ശരി. ഓക്കെ ഓക്കെ. അത് നല്ലത് തന്നെയാട്ടോ. ഇത് മുരിങ്ങയിലയുടെ മുറുക്ക്, മുരിങ്ങയിലയുടെ കുക്കുപൊടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നതാ അല്ലേ? ഫ്രൈ ചെയ്യുന്നതാണോ? ഫ്രൈ ചെയ്തിട്ടാണോ ഇത്? എങ്ങനെയാ ഇത് ഉണ്ടാക്കി വെച്ചാൽ? ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മുറുക്ക് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തിട്ടുള്ളത് അല്ലേ? മുരിങ്ങയില സൂപ്പ് മിക്സ്. സൂപ്പ് അല്ലേ? ഇത് നമുക്ക് ഇപ്പൊ വെള്ളം അതിലിട്ടിട്ട് സൂപ്പ് ആക്കി കഴിക്കാം. മുരിങ്ങയില മാത്രം. പിന്നെ ഇതോ ഈ പാക്കറ്റ് രണ്ടും തന്നെ അല്ലേ? 2 രൂപത്തിലുണ്ട്. പാക്കറ്റിലും ബോട്ടിലും ഉണ്ട്. അതിനൊക്കെ എത്ര വരുന്നേ? ബോട്ടിലിന് 100 രൂപ. പാക്കറ്റാ 100 തന്നെ അല്ലേ? ഞാൻ കണ്ടുണ്ടായില്ലല്ലോ. എങ്ങനെ പെട്ടെന്ന് എനിക്ക് പേരൊന്ന് പറ. ഓടല്ലേ? വിജിത. മുരിങ്ങ രസം പൗഡറോ അങ്ങനെയുണ്ടാ? ഓ, അപ്പൊ രസം സാധാരണ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കടുക് വറുത്തതില് 2 സ്പൂൺ പൊടിയിട്ട് അങ്ങനെ അപ്പൊ മുരിങ്ങല രസം പൗഡറായി അല്ലേ? കറിവേപ്പില പൗഡർ ആൾക്കാർ ആവശ്യപ്പെട്ടു. അതെയോ? കറിവേപ്പില പൗഡറിന് എത്ര വരണേ? 50 ഗ്രാമിന് 80 രൂപ. ഇതിപ്പോ വർക്ക് ചെയ്തായിരുന്ന മെഷീനായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ഒന്ന് ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇതെന്തായാലും ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മുളപ്പിച്ച റാഗിയാണോ? കുട്ടികൾക്ക് കൊടുക്കുന്ന ഹെൽത്തി പ്രോഡക്റ്റ്. ഇത് വെച്ച് എന്തുണ്ടാക്കാൻ നമുക്ക്? ഇത് കുട്ടികൾക്ക് ഡയറക്റ്റ് കുറുക്കി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതുകൊണ്ട് പലഹാരങ്ങള് റൈസ് പൊടി ചേർത്തിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കും. പുട്ടൊക്കെ ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കാം, അപ്പം ഉണ്ടാക്കാം. അത് റൈസ് പൊടി കൂടി ആഡ് ചെയ്യുമ്പോ. ശരി. അല്ലാണ്ട് ഡയറക്റ്റ് ഇത് തന്നെ നമുക്ക് ഇത് തന്നെയാണെങ്കിൽ നമുക്ക് കുറുക്കി ഷുഗറുകാർക്ക് നല്ലതാ. ഏറ്റവും നല്ലത്. ഹൈ ഷുഗറുകാർക്ക് ഷുഗർ കുറയാനായിട്ട് ഏറ്റവും നല്ലതാണ്. സ്പ്രൗട്ടഡ് റാഗി. ഇത് എന്താ താഴെ? അത് സ്റ്റീമഡ് ആക്കി വെച്ചേക്കണത്. എന്ത് പുട്ടുപൊടി ആണിത്. സ്റ്റീമഡ്. അത് പച്ചരി സ്റ്റീം ചെയ്തിട്ട് പൊടിച്ച് റോസ്റ്ററിലിട്ട് വറുത്ത് വെച്ച. അപ്പൊ അത് മറ്റേ പൊൻകതിരിന്റെ ഒക്കെ പുട്ടുപൊടി പോലത്തില്ല. 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം കിട്ടും. ഓക്കെ ഓക്കെ. അങ്ങനെ ഇത് കുറെ മെഷീനുകളൊക്കെ ഇത് റാഗി അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ പൊടിക്കാനുള്ളത്. അത് മുളക്, മല്ലി ഐറ്റംസ് പൊടിക്കാനുള്ളത്.
പിന്നെ ഇത് 2 പുതിയത് ആഡ് ചെയ്തേക്കണത്. ഒന്ന് മഞ്ഞള് തന്നെ പൊടിക്കാനും പിന്നെ ഒന്ന് മുരിങ്ങല പൊടിക്കാനും വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോ വറുത്തോണ്ടിരിക്കുക ഞാൻ. ആ ഓക്കെ ട്ടാ. ഇതിപ്പോ ഒന്നും ഒക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റോസ്റ്റിംഗ് ഒക്കെ ഇവിടെ തന്നെയാണ്. എല്ലാതും നിങ്ങൾ തന്നെയാണ് ചെയ്തത്? ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങള് ഡയറക്റ്റ് മേടിക്കണമെന്ന് മാത്രം. ഇവിടുന്ന് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ വന്നിട്ട് എല്ലാം മേടിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ വളരിയിൽ ഞങ്ങളൊരു ഷോപ്പ് ഉണ്ട്, അവിടേക്ക് ഹോം ഡെലിവറി ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് വളരെ ഷോപ്പിൽ കൊണ്ടുപോയി വെക്കും. ഇവിടെ അവിടെ വന്ന് മേടിക്കുന്നവര് അവിടെ വന്ന് മേടിക്കും. ഇവിടെ മാത്രം മെഷീനുള്ളൂ? ഇവിടെ പ്രോസസിംഗ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. മാനുഫാക്ചറിംഗ് ഓക്കെ. എങ്ങനെയത് മുളപ്പിക്കുന്നത്? അത് റാഗി വെള്ളത്തിലിടും. റാഗി ഒരു 2 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടാൽ മതി. പിന്നെ അതൊരു തുണിയില് കെട്ടിവെക്കും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം വന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാനില്ല മുള വന്നിട്ടുണ്ട്. പിന്നെ അതിനെ ഡ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കും. എന്നിട്ട് പിന്നെ പൊടിച്ച് വറക്കാടും. പൊടിച്ചിട്ട് വറക്കണം അല്ലേ? കണ്ടിട്ട് പാടില്ല, വെള്ളത്തിന്റെ അംശം പാടില്ല. കൂപ്പല് വരും. അപ്പൊ പിന്നെ അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ ചൂടാറി. പിന്നെ മുളച്ച റാഗിക്ക് എനിക്ക് നല്ല സൂപ്പറാണ്. ഓക്കെ ട്ടാ, സ്റ്റാർട്ട് ചെയ്തോ. സ്പെഷ്യൽ ഇതില് മറ്റേ പ്രോഡക്റ്റ് ഒക്കെ കയറ്റി കൊണ്ടുപോകാനായിട്ട് നിക്കാണ് കേട്ടോ. കറിവേപ്പില പൊടി ഈ പൗഡർ ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? കറികളിലൊക്കെ ഇടാം. വേപ്പില കിട്ടാത്ത സാഹചര്യത്തില് കുറച്ച് പൗഡർ ഇതിന് ആഡ് ചെയ്താൽ. പിന്നെ ഇപ്പൊ തലയിലേക്ക് ഒക്കെ നല്ലതല്ലേ? എണ്ണ കാച്ചാമ്പിടാനൊക്കെ. താലി വല്ലതൂടെ ആക്കുന്നുണ്ടോ? ചെമ്പരത്തി താലി അങ്ങനെ അതൊന്നുമില്ല അല്ലേ? ഫുഡിന്റെ മാത്രം. ഓക്കെ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. എന്റെ ഓണറിനെ മാത്രം നമുക്ക് കാണാൻ പറ്റിയില്ല. ഇതൊക്കെ കൂവപ്പൊടിയാണ് പൊടിച്ചു വെച്ചിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ ഷോപ്പിലേക്ക് വന്നതല്ലേ, അപ്പൊ വന്നാൽ നോക്കാൻ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതില് ചോളത്തിന്റെ പുട്ടുപൊടി ഉണ്ട്. പിന്നെന്താ ഇതെന്താ റാഗി പുട്ടുപൊടി ഉണ്ട്. പിന്നെ ഇത് മുരിങ്ങ പുട്ടുപൊടി, കറിവേപ്പില പൊടി, പിന്നെ മുരിങ്ങയില ക്യാപ്സ്യൂള്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇവര് പറയുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടേക്ക് തന്നെ ഓടി വരുന്ന പറയുന്നത്. നോക്കട്ടെ, നമുക്ക് നോക്കാല്ലേ. എല്ലാവരും കണ്ടതിൽ വലിയ സന്തോഷട്ടാ. കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ? അതെ. എനിക്ക് അതുപോലെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇനിയിപ്പോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇവര് തന്നെ ഇവിടെ ഉണക്കി പൊടിക്കുന്നതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അതും മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതും ഇപ്പൊ എനിക്ക് പാക്ക് ചെയ്തോണ്ടിരിക്കാട്ടോ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ സാധനങ്ങളാണ് എല്ലാം. നമുക്ക് ഇതിലൊരു മിക്സ് ഇല്ല. ഇപ്പൊ ആ മുരിങ്ങര ഇല തന്നെ കണ്ടില്ലേ? മുരിങ്ങല ആദ്യം മഞ്ഞളിട്ട് കഴുകി എന്നിട്ട് ഇപ്പോൾ അതേ ഡ്രയറിൽ വെച്ച് ഉണക്കാൻ വെച്ചേക്കാണ്. ഇനി അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അത് പൊടിക്കുന്നതും പൗഡറാക്കി എടുത്ത് അത് പുട്ടിൻ്റെ പൊടി ചേർത്ത് അതിലേക്ക് പാക്ക് ചെയ്യുന്നത്, അതുപോലെ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നത് ഒക്കെ. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കാം. അതുപോലെ മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും മഞ്ഞൾപ്പൊടി ഒക്കെ എല്ലാത്തിനും വില കുറവുണ്ട് കേട്ടോ. റേറ്റ് വളരെ കുറവുണ്ട്. നല്ല നീറ്റാണ് ഇവിടെ. എല്ലാം ഇവർ തന്നെയാണ് ഇവിടെ മെഷീനിൽ ഉണ്ടാക്കുന്നത്. വേറെ പുറത്തൊന്നും ഒരു സാധനം ഇവിടെ വരുന്നില്ല. കണ്ടോ? അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതിൻ്റെ പേരെന്താ? ഡ്രൈ ഫ്രൂട്ട്സ് എന്നാണ് പേര്. നമ്മുടെ ബ്രാൻഡ് നെയിം ഡ്രൈ മിക്സ്. ഡ്രൈ മിക്സ്. ഓക്കെ. ഡ്രൈ മിക്സ് എന്നാണ്. ഓക്കെ. ഡ്രൈ മിക്സ്. ഇത് കണ്ടോ, ഓരോ പ്രോഡക്റ്റുമിലും ഡ്രൈ മിക്സ് എന്നാണ് കേട്ടോ പേര്. ഇതെന്തത്? കുട്ടികൾക്കുള്ളത് അല്ലേ? കുട്ടികൾ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്കത് കുറുക്കി കൊടുക്കാം. ചെറുധാന്യങ്ങൾ മുളപ്പിച്ച് പൊടിപ്പിച്ചതാണ് ഇത്. അതിന്റെ കൂടെ ചോക്കോ പൗഡറും പനങ്കൽക്കണ്ടും കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അതിന് എത്ര വരുന്നുണ്ട്? 250 തന്നെ. അതെ അല്ലേ? ഓക്കെ. പിന്നെ ഒരു കാര്യം കണ്ടോ, ഇത് ഞാൻ ഡ്രൈ മിക്സ് മേടിക്കാൻ പോയതിൻ്റെ തൊട്ടടുത്തുള്ള ഇവരെല്ലാവരും ഒരു ഫാമിലിയാണ് കേട്ടോ. ഇത് ഒരു 2 നില വീടാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോട്ടിൽ നിന്ന് കയറുന്നത് 2ാമത്തെ നിലയിലേക്കാണ്. ഇതുണ്ടോ കാറ് കിടക്കുന്നത് കണ്ടോ? ഈ 2ാം നിലയിലാണ് കാറ് കിടക്കുന്നത്. ആദ്യത്തെ നിലയിൽ താഴെ നോക്കി ഇത് കണ്ടോ, കുളമാണ്. 4 ബെഡ്റൂം ഉണ്ട് ഈ വീട്ടിൽ.
പിന്നെ അതുപോലെ ആദ്യം ഒരു വീട് പണിതു, അതിന് ശേഷമാണ് കുളം പണിതത്. ഇത് എല്ലാം ഇതിൻ്റെ ഓണർ രാജേഷ് തന്നെയാണ് ഭൂരിഭാഗവും പണി കഴിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്, കാരണം അത്രയും തണുപ്പാണ്, നല്ല സുഖമാണ്. അതുപോലെ ഈ കുളത്തിൽ ഒരുപാട് മീനുണ്ട്. കറി വയ്ക്കണമെങ്കിലൊക്കെ ഈ കുളത്തിൽ നിന്ന് തന്നെ മീനെ പിടിച്ച് കറി വയ്ക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോഴും മേലെ പണിതുകൊണ്ടിരിക്കാട്ടോ. ഈ വീടിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ഉണ്ട്, ഞാൻ കയറി കാണിച്ചു തരാം കേട്ടോ ലിഫ്റ്റൊക്കെ. ഈ വീടിൻ്റെ ഉള്ളിലത്തെ പ്രത്യേകത കണ്ടോ? ഇത് കണ്ടോ? ഇതാ ബെഡ് 2 സ്റ്റെപ്പായിട്ടാണ് പണിതേക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിലിത് കണ്ടോ, ഇത് ലിഫ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര നിലയിലേക്ക് പോകും രാജേഷ്? 3 നിലയിലേക്ക് ഈ ലിഫ്റ്റ് പോകും. ഈ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും ഒരു സംവിധാനം നമ്മുടെ രാജേഷ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ലിഫ്റ്റിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. രാജേഷിൻ്റെ മോളാണ് കേട്ടോ. ഒക്കെ നാളെ വരണം. ഇതാണ് ഇവിടുത്തെ കുളം കണ്ടോ? ഈ കുളം കണ്ടോ? ഈ വീട് ആകെ 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ 10 സെൻറ്റ് സ്ഥലത്തിൽ രാജേഷ് പണിത വീടാണ്. ഭൂരിഭാഗവും പണിതിട്ടുള്ളത് രാജേഷ് തന്നെയാണ്. ഇതിപ്പോൾ താഴത്തെ നിലയാണ്, ഇതിൻ്റെ മേലെ കൂടിയാണ് കണ്ടോ പാലം പോലെ കണ്ടോ. മുകളിൽ പോയിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വീട് പണിതതിന് ശേഷമാണ് ഈ കുളം പണിതത്. ഈ കുളത്തിൽ ഒരുപാട് മീനുണ്ട്. ഈ മീൻ അത്യാവശ്യം കറി വെക്കണേലൊക്കെ ഉള്ള മീനും ഈ കുളത്തിൽ തന്നെയുണ്ട്. രാത്രി കഴിഞ്ഞാൽ ഫാനൊന്നും ഇടുകയേ വേണ്ടെന്നാണ് പറയുന്നത്, നല്ല തണുപ്പും കാറ്റുമൊക്കെയാണ്. ഇതുണ്ടോ? ഇനി മുകളിലത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ വീണ്ടും ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാൻ പോവാട്ടാ. പേരെന്താ? നക്ഷത്ര. എത്രയിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂള്? അതെയോ? മിടിക്കുകയാണ് കേട്ടാ. അങ്ങനെ നമ്മള് മുകളിലേക്ക് എത്തി അല്ലേ. ഈ പാലത്തിന്റെ 2 സൈഡിലും പറഞ്ഞ പോലെ നമുക്ക് ഇത് കണ്ടോ, നിറച്ച് മീനാണ് ഇതില്. ഈ പാലത്തിന്റെ ഗ്രില്ലൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇത് ഇവിടെ താഴെയൊക്കെ ഇരുമ്പിൻ്റെയാണ്. ഇതൊക്കെ പണിതിട്ടുള്ളത് രാജേഷാണ്, എല്ലാം രാജേഷാണ് ഈ പണിതിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെ കുളമൊക്കെ ആയിട്ട് കുളത്തിൻ്റെ മേലെ വീടൊക്കെ വെച്ച് പണിയണമെങ്കിൽ രാജേഷ് പണിത് തരും. രാജേഷിൻ്റെ ഒഴിവനുസരിച്ച്. ഇപ്പോൾ ഈ 10 സെൻറ്റിൽ പണിതേക്കണ ഈ വീടിന് 60-65 ലക്ഷത്തിൻ്റെ ഉള്ളിലാണ് ചിലവ് വന്നേക്കുന്നത്. അത് രാജേഷ് പണിതത് കൊണ്ട്. പുറത്തിറങ്ങി ഇതിനേക്കാളും റേറ്റ് കൂടുതലാവും കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ല സുഖം ഇവിടെ, നല്ല തണുപ്പ്. ഇപ്പം തന്നെ തണുപ്പുണ്ട്. ഇനി രാത്രി ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഫാനൊന്നും ഇടേ വേണ്ടെന്നാണ് പറഞ്ഞത്, അത്രയും നല്ല സുഖമാണ്. അപ്പം എല്ലാവരും കണ്ടുവല്ലോ. ഓക്കേ, ഇതാണ് വീട് കേട്ടോ. ഇത് രാജേഷിൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ രാജേഷിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അമ്മേരെ പേരെന്തെന്നാ? ലക്ഷ്മി കുട്ടി. ഞാൻ വീട് കണ്ടു, രാജേഷിൻ്റെ വീട് നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ആ ഇത് 2 ആള് അല്ലേ? ആ രാജേഷിൻ്റെ ആ ലിഫ്റ്റൊക്കെ കണ്ടു, ലിഫ്റ്റിലൊക്കെ കയറി. ആ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അടുത്ത് തന്നെ ഞാൻ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.